എങ്ങനെയുണ്ടീ എന്റെ ബുദ്ധി? അയ്യോ എനിക്ക് വയ്യ. ഞാൻ നിങ്ങളെ പുകഴ്ത്തുവാന്ന് തോന്നരുത്. കുഴപ്പമില്ല, എനിക്കത് തോന്നിയാലും നിങ്ങൾ അപാര സംഭവം അല്ലേ? ഭയങ്കര ബുദ്ധിയല്ലേ എനിക്ക്? പിന്നെ അല്ലേ? എന്റെ ആ ബുദ്ധി കണ്ടിട്ടല്ലേ നീ എന്നെ കല്യാണം കഴിച്ചത്? അല്ലാതെ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ടാന്ന് പറഞ്ഞാലേ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ ചൂടുന്നവരെ അടിക്കും. ഞാൻ ഇതാ കുഴപ്പം. പരസ്പരം ആരെങ്കിലും കണ്ടു ഞാൻ അപ്പ അപമാനിക്കും. ഏട്ടാ ഏട്ടാ നിങ്ങൾ എന്തെങ്കിലും കൊച്ചു പിള്ളാരെ പോലെ ചുമ്മാ പിണങ്ങുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചാലേ നിങ്ങള് സത്യം പറയൂ. ഇന്നത്തെ എന്റെ വീട്ടിലെ ജോലിയും അടുക്കള പണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതല് ഇന്നലെ രാത്രി വരെയുള്ള എന്റെ അടുക്കള പണിയും ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നീ ആദ്യം പറ. അതുപോലെയല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ജിഷൻ എന്ന പേരുള്ള നിങ്ങളെ ഞാൻ മിഷൻ എന്ന് വിളിക്കുന്നത്. അത് ശരി. അപ്പൊ അല്ലാണ്ട് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല. നിങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവളെ പെണ്ണ് കാണാൻ വേണ്ടി ഇവിടെ വീട്ടിൽ ചെന്നപ്പോഴല്ലോ ഇവരുടെ അപ്പൻ എന്നോട് പറയുവാ, ഇവളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മോനെ, പഠിക്കാനുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? പിന്നെ എന്താ പഠിച്ചേ? നെയ്ച്ചാള വെട്ടാൻ പഠിച്ചു, പുറം മാന്താൻ പഠിച്ചു, തലയിൽ പേ നോക്കാൻ പഠിച്ചു, പിന്നെ പുല്ല് മുറിക്കാൻ പഠിച്ചു. നിങ്ങൾ കൂടുതൽ എന്നെ ക്യൂടെക്സ് ഇടാൻ പഠിച്ചു. നിങ്ങൾ എന്നെ കൂടുതൽ കളിയാക്കല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇത്ര ധൈര്യമുള്ള ഒരു ഭാര്യ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ധൈര്യം നിനക്കോ? നീ ആ സംസാരിക്കരുത്. ഈ വീട്ടിൽ നിന്നെക്കാൾ കൂടുതൽ ധൈര്യം എനിക്കാ. ഈ വീട്ടില് നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ അമ്മയെക്കാട്ടിലും കൂടുതൽ ധൈര്യം എനിക്കാ. അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല. നിനക്ക് എത്ര ധൈര്യമാണെങ്കിൽ തെളിയിക്കടി. നിങ്ങൾ എന്നെ പെണ്ണാണാ വന്ന എത്ര പേരുമായിട്ടാ? ഞാൻ സുമേഷ് തമ്പി, സുഭാഷ് കൊല്ലം, ഷിജു അഞ്ചുമന, ജോൺ കെപ്പോൾ, 5 പേര്. നമ്മുടെ നിശ്ചയത്തിന് നിങ്ങൾ എത്ര പേരുമായിട്ടാ വന്നാ? 50 പേര്. നമ്മുടെ കല്യാണത്തിനോ? 150 പേര്. 150 പേര്. ഇത്രയും പേരുമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഒറ്റയ്ക്കാ. അപ്പൊ ആർക്കാണോ ധൈര്യം? എടി അത് വേറെ സംഭവമുണ്ട്. അതായത് ഈ പട്ടാളക്കാരെന്ന് പറയുമ്പോഴല്ലോ അതിന് ഒരുമിച്ചാ പോകുള്ളൂ. അവരുടെ ഉദ്ദേശം ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ്. ചാവേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, നശിപ്പിക്കും. അതാണ് ഇതിന് നമ്മളുടെ വ്യത്യാസം. നിങ്ങൾ എന്നെ ചാവേർന്ന് വിളിച്ചല്ലേ? ഞാൻ നിന്റെ സാമ്പാർന്ന് വിളിക്കാൻ പറ്റുമോ നിന്നെ? നിങ്ങൾ എന്നെ ചാവേർന്ന് വിളിച്ചു. ഞാനൊരു പിന്നെ സ്നേഹം കൊണ്ട് നീ ഉത്തരം മുട്ടിയപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു. എന്നോട് സ്നേഹം ഒരു സ്നേഹമില്ല നിങ്ങൾക്ക് എന്നോട്. നീ അങ്ങനെ പറയല്ലേ? ഞാൻ പറയും. ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്ര. കള്ളവോ? സത്യവാ? അല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ ആദ്യമായിട്ട് പറയട്ടെ, നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും നമ്മളെ പെണ്ണ് കാണലും നമ്മുടെ കല്യാണവും ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ? എടി നമ്മുടെ ഇവിടെ സുനാമി വന്നിട്ട് ഒരുപാട് പേര് മരിച്ചില്ലേ? മരിച്ചു. അതുപോലെ നമ്മുടെ പുറ്റിങ്ങൽ ഇങ്ങനെ പോകുമ്പോ പടക്കം പൊട്ടിയപ്പോ ഒരുപാട് പേര് മരിച്ചില്ലേ? അപ്പൊ അവലെ കത്രീന വന്നപ്പോ ഒരുപാട് പേര് മരിച്ചില്ലേ? ഇതെന്നും നീ ഓർക്കാറുണ്ടോ? അയ്യോ, ആ ദുരന്തങ്ങളൊന്നും ഞാൻ ഓർക്കത്തില്ല. എന്തിനാ ഞാൻ ഈ ദുരന്തം ഓർക്കണേ? നിങ്ങൾക്ക് ഞാൻ ദുരന്തല്ലേ? അല്ലല്ല, ദുരന്തല്ലടി. ഞാൻ ദുരന്തല്ലേ? അല്ലടി, ഞാനങ്ങനെ കൈന്നിട്ട് ഇങ്ങനെ അറിയോ ഇതിന് നിങ്ങളുടെ അമ്മയുടെ ഒരു വൈരാഗ്യം ഇല്ല. ഇന്നലെ രാത്രി നീ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് ഇവള് എന്നാ തെറിയ എന്റെ അമ്മേനെ വിളിച്ചെന്നറിയാമോ? വെളുപ്പിന് 3 മണി വരെ. അത് നിങ്ങളുടെ വേറെ തോന്നല. ഏത് തെറി പറഞ്ഞത്? അല്ല, ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞത്. അപ്പൊ നീ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് വിളിച്ചാണോ? എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മയാ. ഇത് കഴിഞ്ഞിട്ടേ നീ വരെ ഉള്ളൂ. നിങ്ങളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ട് ഇരുന്നോ? നിങ്ങളുടെ അമ്മ നിങ്ങളില്ലാത്ത സമയത്ത് എന്നോട് എന്താ ഇന്നലെ പറഞ്ഞെന്ന് അറിയോ? എന്നാണ് ഇന്നലെ പറഞ്ഞേ? നിന്റെ കയ്യിരിപ്പിന്റെ ഫലമാണ് ഈ മരമാക്രിയ ദൈവം നിനക്ക് ഭർത്താവായി തന്നേന്ന്. അത് ശരി. അപ്പൊ ഞാൻ ഇത്രയും നാള് എന്റെ പെറ്റ തള്ളേനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ തള്ള എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലേ? ഇന്ന് ഞാൻ അവരെ കൊല്ലും. ഞാൻ കൊല്ലൂടി. ഞാൻ കൊന്നിരിക്കും. അമ്മ എന്താ ലുലുമാളില്? എന്താ അമ്മ ഇവിടെ വരാൻ കാരണം? ചാകാമെന്നതാ. അമ്മേ, ചാകാനോ? എന്തിനു? നീയല്ലേ എന്നെ കൊല്ലൂന്ന് പറഞ്ഞത്? ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞോടി. ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞോടി. നിങ്ങളിപ്പോ കൊല്ലാനല്ലേ പോയത്? തെറ്റിദ്ധരിച്ചു. കൊല്ലും കൊല്ലുന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും. എന്നെ കൊല്ലടാ എന്നെ. അതിന് അമ്മ ഇവിടെ നിന്നാ ശരിയാവുമോ? ഞാൻ അകത്ത് പോയി കത്തി എടുത്ത് കോഴീനെ കൊല്ലും. അന്റെ ഒട്ടും കരലെടുത്ത് അമ്മയ്ക്ക് ഞാൻ പോട്ടി ഉണ്ടാക്കി തരും. അയ്യോ, ഒരുപാട് കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ എന്റെ മോനെ. ഇവൾ ഒറ്റ ഒരുത്തിയുടെ തലയെണ്ണ മന്ത്രം കേട്ടിട്ടാ നീ എന്റെ എതിരെ തിരിയുന്നെന്ന് എനിക്കറിയാവടാ. എന്റെ അമ്മയെ തലയണ മന്ത്രം അമ്മ എന്നെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ച അന്ന് മുതൽ കൊറണ്ടിപ്പലയും തലയിൽ വെച്ചോണ്ടായിരിക്കണേ. ഇവൻ എനിക്ക് തലയണ തരാതില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് തലയണ മന്ത്രം കേൾക്കണേ? ഇന്നലെ രാത്രി ഇവള് നിന്റെ ചെവിക്കകത്ത് വന്ന് കുണാന്ന് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടടാ. ഇന്നലെ നീ അമ്മയുടെ കുറ്റം പറഞ്ഞില്ലേ? അത് പുള്ളിക്കാറ്റ് കുനാന്നാ കേട്ടത്. വ്യക്തമായിട്ട് തോന്നിവാസം പറയരുത്. ഞാൻ ഈ അമ്മയുടെ മോൻ എന്താ പറഞ്ഞു കൊടുക്കുന്ന
ചെയ്തെന്നറിയാവോ? എഴുതാനും വായിക്കാനും അന്നോടത്തെ മനുഷ്യനല്ലേ എന്ന് കരുതി 2-3 അക്ഷരം പഠിപ്പിച്ചു. അതൊരു കുറ്റമാണോ?